മൂന്ന് ഉന്നതങ്ങളായ പ്രകാശത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ പ്രകാശം ഏതാണ്? സൂറത്തുൽ മാഇദയിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രകാശം വന്നിരിക്കുന്നു. ഏതാണ് ഈ പ്രകാശം? അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഹുവൽ ഖുർആൻ. അല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ആ പ്രകാശം ഖുർആനാണ്. യുസ്തവാഉ ബിഹി ഫീ ദുലുമാതിൽ ജഹാലതി വഅമായതിൽ ളലാല. അജ്ഞതയുടെയും വഴികേടിന്റെയും ഇരുട്ടുകളിൽ ഖുർആൻ കൊണ്ട് പ്രകാശമുണ്ടാക്കുക. അറിവില്ലായ്മയുടെ ഇരുട്ടുകളിൽ, ളലാലത്തിന്റെ ഇരുട്ടുകളിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് പ്രകാശമുണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ. ഇതാ അല്ലാഹുവിൽ നിന്നൊരു നൂറ് വന്നിരിക്കുന്നു. അത് പരിശുദ്ധ ഖുർആനാണത്. ആ ഖുർആനിനെ അനുധാവനം ചെയ്യുന്ന, ഖുർആനിനെ പഠിക്കുന്ന, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രകാശങ്ങളായി നമ്മൾ മാറണം. ശേഷം ആ ഖുർആനിൻ്റെ പ്രകാശമാകുന്ന സന്ദേശങ്ങളെ സകല മനുഷ്യർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അതാണ് അൽ ബലാഗ് കൊണ്ടുള്ള ഉദ്ദേശം. മൂന്നാമത്തെ പ്രകാശം ഏതാണ്? അത് പരിശുദ്ധ ഖുർആനാണ്. അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. സൂറത്തു സുമറിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആരുടെ ഹൃദയത്തെയാണോ അല്ലാഹു ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുക്കുന്നത്, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവർ തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പ്രകാശത്തിലാകുന്നു. ആരാണോ മുസ്ലിമായി തീരുന്നത് അവൻ അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിലാണ്. ഒരു മുസ്ലിം യഥാർത്ഥ പ്രകാശമാണ്. കാരണം ഇസ്ലാം പ്രകാശമാണ്. സകല അന്ധകാരങ്ങളെയും ഇല്ലാതെയാക്കുന്ന, എല്ലാ ഇരുട്ടുകളെയും ഇല്ലാതെയാക്കുന്ന, അല്ലാഹു നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ മുഴുവൻ സന്ദേശങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് സ്വയം പ്രകാശമുള്ള ആളുകളായി തീരുക. അതേപോലെ തന്നെ സമൂഹത്തിനും പ്രകാശം നൽകുക. അങ്ങനെ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശം. നാം ആരാധിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൂറാണ്, ഖുർആൻ നൂറാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൂറാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. ആ പ്രവാചകനെ ആരെങ്കിലും അംഗീകരിച്ചാൽ, ഈ ഖുർആനിനെ ആരെങ്കിലും പിൻപറ്റിയാൽ, ഈ ഇസ്ലാമിനെ ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ, ആ റബ്ബിനെ ആരെങ്കിലും രക്ഷിതാവായി അംഗീകരിച്ചാൽ, പിന്നെ അവരുടെ ജീവിതത്തിൽ ഇരുട്ട് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.